ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഇംഗ്ലീഷ് പഠന പരമ്പരയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 3 L's ഓഫ് വിമൻ എംപവർമെൻറ്റ് എന്ന സ്പീച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് എനി വുമൺ എന്ന പോം, ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ കാതറീൻ ടിനാൻ. കാതറീൻ ടിനാൻ born on 1859 and died in 1931, and she is an Irish-born writer. She married Henry Albert Hinkson on 1898, and after her marriage she wrote under the name Catherine Tynan Hinkson. The poem Any Woman. Any woman here means ഏതൊരു സ്ത്രീയും, ഏതൊരു വനിതയും, ഏതൊരു അമ്മയും. എനി വുമൺ എന്ന കവിതയിൽ കൂടി സ്ത്രീ പ്രാധാന്യത്തെക്കുറിച്ച്, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് വീട്ടിലെ ചുമതലകളെക്കുറിച്ചും ആ വീട്ടിലെ പങ്കിനെക്കുറിച്ചുമാണ് കാതറീൻ ടിനാൻ വിശദീകരിക്കുന്നത്. സോ ത്രൂ ദിസ് പോയം, ദ പോം എനി വുമൺ പോർട്രേസ് വുമൺ in her multi-faceted role. Multi-faceted role here means അവളുടെ വിവിധ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, റോളുകളെക്കുറിച്ചാണ് കവിത വിശദീകരിക്കുന്നത്. And the poem celebrates the glory of womanhood or motherhood. വുമൺഹുഡ് അല്ലെങ്കിൽ മദർഹുഡ്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് കവിത ചിത്രീകരിക്കുന്നത്. And here the poem describes the selfless love of a woman or a mother towards her family or towards her children. ഓരോ സ്ത്രീയുടെയും വികാരവിചാരങ്ങളെ വളരെ മനോഹരമായി ഈ കവിതയിൽ കൂടി ചിത്രീകരിച്ചിരിക്കുന്നു. And in this poem, the poet describes the all-embracing power of a woman to hold a family together. The all-embracing power of a woman here means എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തുന്നതിനുള്ള, എംബ്രേസ് ചെയ്യുക എന്ന് വെച്ചാൽ ആലിംഗനം ചെയ്യുക എന്ന അർത്ഥം. അപ്പോൾ ഇവിടുത്തെ അർത്ഥം ദ ഓൾ എംബ്രേസിങ് പവർ ഹിയർ മീൻസ് ആ എല്ലാവരെയും തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ ഒരു ഇമോഷണൽ, ഒരു ഹെൽത്തി ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പത്തെക്കുറിച്ചും കൂടിയാണ് കാതറീൻ ടിനാൻ കവിതയിൽ വിശദീകരിക്കുന്നത്. And there are 6 stanzas in the poem. In the first stanza, the poetess says that she is the pillar of a home and she is the keystone of the arch, and without her everything will ruin utterly. What does this mean? The poetess says that a woman is the pillar of a home. അവൾ ആ വീടിൻ്റെ തൂണാണ്. ആൻഡ് ദി കീസ്റ്റോൺ ഓഫ് ദി ആർച്ച്, അവൾ കീസ്റ്റോണാണ്, ആണിക്കല്ലാണ്, മൂലക്കല്ലാണ് എന്ന് പറയുന്നു. ഇവിടെ സ്ത്രീയെ തൂണായിട്ടും അതുപോലെ തന്നെ കീസ്റ്റോണായിട്ടും അല്ലെങ്കിൽ ആണിക്കല്ലായിട്ടും താരതമ്യം ചെയ്തിരിക്കുക. അപ്പോൾ ഒരു വീടിൻ്റെ തൂണ് അല്ലെങ്കിൽ ആണിക്കല്ല് എന്ന് പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട വസ്തുതയാണെന്നും ഇതിൻ്റെ അഭാവത്തിൽ ഓർ ഇഫ് സംതിങ് ഹാപ്പൻസ് ടു ദ പില്ലർ ഓർ ടു ദ കീസ്റ്റോൺ ഓഫ് ദ ഹോം വിൽ റൂയിൻ അട്ടർലി. So that is the meaning here. That means the woman is an integral part of a family, and in her absence the family will ruin utterly. That is the meaning conveyed in the first stanza of the poem. ഈ കവിതയിലുടനീളം ഓരോ സ്റ്റാൻസയായിട്ട് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം മെറ്റഫർ എ ഫിഗർ ഓഫ് സ്പീച്ച് ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീയെ പില്ലറിനോടും കീസ്റ്റോണിനോടുമൊക്കെ ഇവിടെ താരതമ്യം ചെയ്തിരിക്കുകയാണ്. മെറ്റഫർ, ദറ്റ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ആൻഡ് in which a thing is regarded as a representative or a symbol of something. A representative or a symbol of something, and that are unrelated but share some common characteristics. And in Malayalam it is രൂപകം. ഇവിടെ പില്ലർ, കീസ്റ്റോൺ എന്ന പ്രയോഗങ്ങൾ മെറ്റഫറാണ്. അപ്പോൾ ഈ കവിതയിലെ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് പോയറ്റസ് കാതറീൻ ടിനാൻ യൂസ്ഡ് metaphors. So the woman is a pillar, she is a keystone, and in her absence everything will ruin completely.
The second stanza tells about the emotional warmth of a mother in a family or a woman in a family. ഒരു സ്ത്രീ കുടുംബത്തിന് നൽകുന്ന വൈകാരിക പിന്തുണയെക്കുറിച്ചാണ് രണ്ടാമത്തെ സ്റ്റാൻസ വിശദീകരിക്കുന്നത്. ഇവിടെ the poetess says that she is the fire upon the hearth. The woman is the fire upon the hearth. അവൾ നെരിപ്പോടിലെ അല്ലെങ്കിൽ ഫയർ പ്ലേസിലെ തീയാണ്, നെരിപ്പോടിലെ തീയാണ്. ആൻഡ് ഷീ ഈസ് ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. സൂര്യൻ്റെ പ്രകാശമാണവൾ. ആൻഡ് ഷീ ഈസ് ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്ന ആ ചൂട് അല്ലെങ്കിൽ ഊഷ്മളതയാണവൾ. ആൻഡ് വിച്ച് എൽസ്വെയർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഇല്ലെന്നുണ്ടെങ്കിൽ, അവളില്ല എന്നുണ്ടെങ്കിൽ ഭൂമി ശിലയേക്കാൾ തണുത്തുറഞ്ഞു പോയേനെ എന്ന് കാതറീൻ ടിനാൻ ഇവിടെ പരാമർശിക്കുക. ദറ്റ് മീൻസ് ദ വുമൺ, ഷീ ഈസ് ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്, ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, and she is the heat that warms the earth, and in her absence the earth will be colder than a stone. So it is true that a mother's heart can realize or understand the pulse of a family. സ്ത്രീ അവളുടെ സ്നേഹമാകുന്ന ചൂടും പ്രകാശവും ഒക്കെ ഉപയോഗിച്ച് കുടുംബ ബന്ധത്തിൽ ഊഷ്മളത നിലനിർത്തുന്നു. അവളില്ലേ എങ്കിൽ കുടുംബം അഥവാ വീട് ശിലയേക്കാൾ തണുത്തു പോകുന്നു. അവൾ കുടുംബത്തിന് നൽകുന്ന വൈകാരിക പിന്തുണ അങ്ങേയറ്റം പ്രശംസനീയമാണ്. സോ കാതറീൻ ടിനാൻ ത്രൂ ദിസ് പോം സെയ്സ് ദറ്റ് വിച്ച് എൽസ്വെയർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ദറ്റ് മീൻസ് ഇൻ ഹർ ആബ്സെൻസ് ദ ഹൗസ് ഓർ ദ ഹോം ദാറ്റ് വിൽ ബി കോൾഡർ ദാൻ എ സ്റ്റോൺ. ഇൻ ദ തേർഡ് സ്റ്റാൻസ the poetess says that without the mother, the survival of the children, that will be very difficult. And the children warm their hands. At me the children warm their hands, and I am their light of love alive. And without me cold the hearthstone stands, and nor could the precious children thrive. That means at me the children warm their hands here means അമ്മയുടെ സാന്നിധ്യം കുട്ടികൾക്ക് ഊഷ്മളത അല്ലെങ്കിൽ ചൂട് നൽകുന്നു. ആ സ്നേഹമാകുന്ന കരുതലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. ദറ്റ് മീൻസ് ഞാൻ അവരുടെ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന പ്രകാശമാണ്. അമ്മ ജീവിച്ചിരിക്കുന്ന പ്രകാശമാണ്. ആൻഡ് വിതൗട്ട് മീ കോൾഡ് ദ ഹാർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ്. ഞാനില്ലെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ചൂടില്ല. ചൂട് അല്ലെങ്കിൽ ഊഷ്മളത എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് ആ സ്നേഹമാകുന്ന കരുതലാകുന്ന ആ സ്നേഹം അല്ലെങ്കിൽ ഊഷ്മളത ആ വീട്ടിൽ ഇല്ലാതെയാകും. ഹേർത്ത് എന്ന വേർഡിന് ഫയർ പ്ലേസ് എന്ന അർത്ഥമുണ്ട്. അത് നമ്മളുടെ ഗ്രാമീണ ഭാഷയിൽ അതിന് നെരിപ്പോടെന്ന് പറയും. ഈ നെരിപ്പോടിലെ ചൂടാണ് അമ്മ. നെരിപ്പോട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ചൂട് കിട്ടുന്നില്ല. അതിൽ ആ ചൂട് പകരുന്ന ആ സ്നേഹമാകുന്ന കരുതലാകുന്ന ചൂട് പകരുന്ന വ്യക്തിയാണ് ആ വീട്ടിലെ സ്ത്രീ അഥവാ അമ്മ. then nor could the precious children thrive. That means ഞാനില്ലെങ്കിൽ ഒരു കുഞ്ഞിനും അതിജീവിക്കുക അസാധ്യമാണ്. അപ്പോൾ എൻ്റെ പ്രസൻസിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ മക്കൾ ആരോഗ്യപൂർണ്ണമായിട്ട് ഇമോഷണലി ഹെൽത്തി ആയിട്ട് അവർ വളരുന്നത്. അപ്പോൾ അമ്മയുടെ ആ ഇമോഷണൽ ബൈൻഡിങ്ങിനെ കുറിച്ച് അമ്മയും മക്കളും തമ്മിലുള്ള എന്താ പറയുന്നത് വളരെ വ്യക്തമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ പോയറ്റസ് ചിത്രീകരിക്കുന്നത്. ഇൻ ദ ഫോർത്ത് സ്റ്റാൻസ ദ പോയറ്റസ് സെയ്സ് ദാറ്റ് ദ മദർ ഓർ ദ വുമൺ tis the family together. That means I am the tist that holds together the children in its sacred ring, and their knot of love from whose closed they no lost child goes a wandering. അമ്മ തൻ്റെ പരിശുദ്ധമായ ഒരു സ്നേഹമാകുന്ന ചരടുകൊണ്ട് റോപ്പ് കൊണ്ട് തൻ്റെ മക്കളെ തന്നിലേക്ക് ചേർത്ത് നിർത്തുന്നു. ആ പരിപാവനമായ വലയം അല്ലെങ്കിൽ വളയം
വിച്ഛേദിച്ചുകൊണ്ട് മുറിച്ചുകൊണ്ട് ഒരു കുഞ്ഞും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നില്ല. അപ്പം അമ്മയുടെ ഈ സ്നേഹത്തോടു കൂടിയുള്ള ലാളന അല്ലെങ്കിൽ തന്നിലേക്ക് ചേർത്ത് നിർത്തുവാനുള്ള അമ്മയുടെ ആ കഴിവ്, നോട്ട് ഓഫ് ലവ്, സ്നേഹമാകുന്ന ബന്ധനമാണ് അവിടെ അമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ അക്കാരണത്താൽ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്, ഒരു കുഞ്ഞും അലഞ്ഞു തിരിഞ്ഞു പോകുന്നില്ല. ദറ്റ് ഈസ് ദ മീനിങ് ഓഫ് the lines. That means she said tist and she binds the children tight to her in a sacred ring, and no child can go astray or to wander, because the mother with her sacred ring of love care or holds the children together, and she makes the children emotionally secured or emotionally healthy. The fifth stanza describes the role of a mother at home to make everything in an order. So the poetess says that I deck the walls, the board I spread, I spin the curtains, warp and woof and shake the down to be their bed. I am the house from floor to roof. She is the house. So the metaphor again is there. She is the house. ഇവിടെ സ്ത്രീ അല്ലെങ്കിൽ അമ്മ വീടാണ്. അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവൾ എന്താണ് അവിടെ ആ വീട്ടിലെ അവളുടെ റോൾ എന്താണ്? ഷീ ഈസ് എവരിവെയർ. അവൾ എല്ലായിടവും ഉണ്ട്. ദറ്റ് മീൻസ് ഷീ ഡെക്കേഴ്സ് ദ ഹോം ഫ്രം ഫ്ലോർ ടു റൂഫ്. ഈ വീടിൻ്റെ അടിമുടി സാന്നിധ്യം ഞാനാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീയാണ് എന്ന് കാതറിൻ ടിനാൻ പറയുന്നു. ആൻഡ് ഷീ വർക്ക്സ് ഹാർഡ് ടു മേക്ക് എവറിത്തിങ് ഇൻ ആൻ ഓർഡർ. She works hard, she toils hard to make everything in an order. What all things she is doing there? She decked the walls, she is decorating the walls, and the board I spread, ഒക്കെ കിടക്കയൊക്കെ വിരിക്കുക. I spin the curtains, കർട്ടനുകൾ തുന്നുന്നു, തയ്ച്ചെടുക്കുന്നു. ഓപ്പൺ വൂഫ് എന്ന പ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ ഊടും പാവും എന്ന് പറയും. ഷീ ഈസ് ദ ഫൗണ്ടേഷൻ, അവളാണ് അതിൻ്റെ അടിത്തറ, ആ വീടിൻ്റെ അടിത്തറ അവളാണ്. ഷീ ഈസ് ദ ഓപ്പൺ വൂഫ് ഓർ ഷീ ഈസ് ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് എവറിത്തിങ് ഈസ് ബിൽഡ്, ആൻഡ് ഷേക്ക് ദ ഡൗൺ to be their bed. The last line of the stanza says that, and she shake the down to be their bed. That means സാധാരണ തള്ളപ്പക്ഷികൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഉറക്കാനായിട്ട് തൻ്റെ തൂവൽ കൊഴിച്ചിട്ടിട്ട് അതിന് വളരെ സുഖപ്രദമായ ഒരു മെത്ത അല്ലെങ്കിൽ കിടക്ക വിരിക്കുന്നത് പോലെ ഒരുക്കുന്നത് പോലെ ഈ അമ്മ വീട്ടിലെ എല്ലാ ജോലികളും തൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു. രാത്രി ഉറങ്ങുമ്പോൾ അവളുടെ എല്ലാ കഷ്ടപ്പാടുകളും ഒക്കെ അവൾ എന്താണ്, ഒരു സെൽഫ്ലെസ് ലവ് ആണ് അവിടെ അമ്മ കാണിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയിലെ സെൽഫ്ലെസ് ലവ് ആണ്. അവൾ എന്ത് ചെയ്യുന്നു? ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ് ഹിയർ മീൻസ് അത്രയ്ക്ക് സുഖമായിട്ട് ഒരു തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞിനെ എത്ര സുന്ദരമായിട്ട് മനോഹരമായിട്ട് സുഖപ്രദമായിട്ടാണോ തൻ്റെ കിടക്കയിലേക്ക് ഉറക്കത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്, അതേപോലെ ഇവിടെ ഈ അമ്മ തൻ്റെ മക്കളെ യാതൊരു ദുഃഖങ്ങളും അറിയിക്കാതെ വേദനകളുമില്ലാതെ ഓരോ ദിവസവും സന്തോഷത്തോടെ ജീവിക്കുവാൻ ഉള്ള എല്ലാ സപ്പോർട്ടും ഈ അമ്മ തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് പ്രദാനം ചെയ്യുന്നു. ദറ്റ് ഈസ് ദ മീനിങ്, ആൻഡ് ഷേക്ക് ദ down to be their bed. So I am the house from floor to roof, I deck the walls, the board I spread, I spin the curtains, warp and woof and shake the down to be their bed. So she is the foundation and she is everything. In the last stanza, the poet says that the mother, she is a protector or a god or a defender. That means the poet says that I am their wall against all danger. I here means the mother or the woman. She's a wall. അവളൊരു ഭിത്തിയാണ്. Against all dangers. The wall, so she tries to wall out each and every danger facing to the family.
And she's a door against wind and snow. A door, ഒരു കഥകാണ്, against wind and snow. Wind and snow here means the adverse situations that we have to face in our life, or a child has to face in his or her life. പ്രതികൂലമായ സാഹചര്യങ്ങൾ, എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും തടഞ്ഞു നിർത്തുന്ന ഒരു വാതിലാണ് ഇവിടെ സ്ത്രീ അഥവാ അമ്മ. അതേപോലെ തന്നെ അവൾ ഷീസ് എ വോൾ അഗൻസ്റ്റ് ഓൾ ദ ഡേഞ്ചേഴ്സ്, എല്ലാ അപകടങ്ങളെയും തടഞ്ഞു നിർത്തുന്ന മതിലല്ലെങ്കിൽ ഭിത്തിയായി ഫങ്ഷൻ ചെയ്യുന്നു. ഇനി ഈ കവിത കൺക്ലൂഡ് ചെയ്യുകയാണ്. കൺക്ലൂഡിങ് പോർഷൻ ദറ്റ് ഈസ് എ പ്രെയർ. സോ ദ പോയറ്റസ് മേക്സ് എ പ്രെയർ, or here the woman makes a prayer, or the mother makes a prayer to Jesus Christ. And what is her prayer? Oh Christ, you are the son of a mother like me. Oh Christ, you are a son of a mother like me. എന്നെ പോലെയുള്ള ഒരമ്മയുടെ മകനല്ലേ? അങ്ങനെയുള്ള അല്ലയോ ജീസസ് ക്രൈസ്റ്റ്, എന്തു ചെയ്യണം? ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ടേക്ക് മീ നോട്ട്. So here take me not here means, that means let me live here or keep me alive till my children grow. എൻ്റെ മക്കൾ വളരുന്നത് വരെയും എന്നെ അങ്ങോട്ടേക്ക് വിളിക്കല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിയർ ദ മദർ ലൈക്സ് ടു ലീവ് വിത്ത് ഹെർ ചിൽഡ്രൻ ഓൾ ദ ടൈം. നെവർ ഷീ ലൈക്സ് ടു ലീവ് അപ്പാർട്ട്. ഇവിടെ നിന്ന് പോകാൻ അവൾക്ക് ഇഷ്ടമല്ല. അത്രത്തോളം അമ്മ മക്കൾക്ക് കരുതലാണ്, അവരുടെ പ്രൊട്ടക്ടറാണ്, അവരുടെ ഗോഡാണ്. സോ ദ പോം എൻഡ്സ് വിത്ത് എ ബിബ്ലിക്കൽ റെഫറൻസ് ഓർ വിത്ത് എ പ്രെയർ, ദറ്റ് ഈസ് thou whom a woman laid in a manger, take me not till the children grow. എന്നെ എന്ത് ചെയ്യണം? ലെറ്റ് മീ ലിവ് ഹിയർ. സോ ഷീ പ്രേസ് ടു ജീസസ് ക്രൈസ്റ്റ് ടു കീപ് ഹെർ എലൈവ് ടിൽ ഹെർ ചിൽഡ്രൻ ഗ്രോ. അമ്മയ്ക്ക് ആ മക്കളോടുള്ള സെൽഫ്ലെസ് ലവ് അല്ലെങ്കിൽ സാക്രിഫൈസ് ആണ്. ഹെർ ലൈഫ് ഈസ് എ സാക്രിഫൈസ് ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് ഹെർ ചിൽഡ്രൻ ഓർ ഹെർ ഫാമിലി. So to sum up again the main ideas, so we can see them stanza wise. So the first stanza, the poetess says that the woman or mother is an integral part of a home. She is the pillar, keystone of the home, and in her absence everything will ruin completely. And the second stanza, the poetess talks about the emotional warmth provides by a mother to her children or the family. And the third stanza, she says about the bond between the mother and the children. The children will not be able to survive without the mother. And the fourth stanza talks about the emotional binding which holds the children tied to their mother. Only because of this close or sacred connection, the children become emotionally healthy and they never go astray or become a wandering person. And the fifth stanza, it highlights the role of a woman at home to make everything in an order. She is the house from floor to roof or from head to foot. She is the hope and woof of the house. That means she is the strong foundation. And the last stanza, and here we can see the woman as a defender or a protector or a god from the adverse circumstances or situations. And the poem ends with a prayer, take me not till the children grow. So there is a biblical reference, and so it's a beautiful poem, and
Through this poem, Catherine Tynan brings out a true mother or a woman who sacrifices her life for the well-being of her family or her children. The poem ends with the same prayer of each and every mother's lips, that is, take me not till the children ഗ്രോ. അതായത് ഈ ഭൂമിയിലെ എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥനയോടുകൂടി, ഇത് കാതറീൻ ടിനാനിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെയോ അല്ല, എല്ലാ സ്ത്രീകളുടെയും അമ്മയുടെയും പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കവിത ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതായത് ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, എൻ്റെ മക്കൾ വളരുന്നത് വരെയും എന്നെ അങ്ങോട്ടേക്ക് വിളിക്കരുതേ. വിളിക്കരുതെന്ന് പറയുമ്പം ദ ലാസ്റ്റ് ബ്രത്ത് അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അമ്മയ്ക്ക് തൻ്റെ മക്കളോടൊപ്പം എത്ര നാൾ ജീവിച്ചാലും അവിടെ മതിയാകുന്നില്ല. അവരുടെ പ്രൊട്ടക്ടറായിട്ട്, ഗോഡായിട്ട്, സേവിയറായിട്ട് ജീവിക്കാനാണ് അമ്മ എന്നും താല്പര്യപ്പെടുന്നത്. ഇനി എനി വുമൺ എന്ന കവിതയിൽ നിന്നും എക്സാം വ്യൂ പോയിന്റിൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ടാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 2 മാർക്കിൻ്റെത്, അങ്ങനെ ഡിഫറൻറ്റ് സ്കോഴ്സ് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. 1 മാർക്കിൻ്റെ ചോദ്യം, ഫോർ എക്സാമ്പിൾ, ഹു ഈസ് ദ ഓതർ ഓർ ദ റൈറ്റർ ഓഫ് ദ പോം എനി വുമൺ, 1 വേർഡ് ആൻസർ ആണ്. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സെൻറ്റൻസ് തന്നിട്ട് റൈറ്റ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദി ലൈൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, ഒറ്റ വാക്കിന് അല്ലെങ്കിൽ സെൻറ്റൻസിന് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ. അതേപോലെ തന്നെ 2 മാർക്കിന് 3 മാർക്കിന് ഒക്കെ എഴുതേണ്ടത്, ഉദാഹരണത്തിന് ഐ ആം ദ പില്ലർ ഓഫ് ദി ഹോം, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ ലൈൻ, 2 മാർക്കിനും 3 മാർക്കിനുമൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. അല്ലെങ്കിൽ ദ റോൾ ഓഫ് എ വുമൺ ഇൻ എ ഫാമിലി ഓർ വുമൺ ദ ഫോക്കൽ പോയിൻ്റ് ഓഫ് ദ ഫാമിലി, റൈറ്റ് എ പാരഗ്രാഫ്. or the qualities a woman needs to face the challenges in life, that is based on the previous chapter 2. നമ്മുടെ തൊട്ട് മുൻപ് പഠിച്ച ചാപ്റ്ററെ കൂടെ ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ്. അങ്ങനെയുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പിന്നീട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള മറ്റൊരു ചോദ്യം, ഒരു കവിത പഠിക്കുമ്പോൾ നമ്മളത് എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്തു, ആസ്വദിച്ചു എന്നുള്ളത്. അപ്രീസിയേഷൻ, റൈറ്റിംഗ് അപ്രീസിയേഷൻ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 8 മാർക്കിൻ്റെ ചോദ്യം. ഈ അപ്രീസിയേഷൻ അഥവാ ഈ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തീർച്ചയായിട്ടും ആമുഖം എന്ന രീതിയിൽ അഥവാ ഇൻട്രൊഡക്ഷനിൽ യു ഷുഡ് റൈറ്റ് ദ നെയിം ഓഫ് ദ പോം ആൻഡ് ദ റൈറ്റർ ഓർ ദി പോയറ്റസ്. ഹിയർ ദ പോം എനി വുമൺ ഈസ് റിട്ടൺ ബൈ കാതറീൻ Tynan. And what is the general idea conveyed through this poem? What is the general idea? Through this poem, the poetess tries to bring out the all-embracing power of a woman to hold a family together. So that is enough. So there, the introduction, you are writing the name of the poet and the poem, then the general idea of the poem. Then the second paragraph, you can write the theme of the poem. What is the particular theme of the poem? Any woman. So it is metaphorically used. The woman is the house itself or the home itself, and what all things she is functioning there. She is the pillar, means the pillar that carries weight. The keystone is there, and everything. That means the woman is described as the fire of the hearth. So many descriptions are here. You can write the theme or the second paragraph. Then you can come into the language elements of the poem or the poetic devices used by the poet or the poetess. Poetic devices here means the figures of speech, rhyming words, intonation pattern, etc. So here the main figure of speech used here is metaphor. So the examples of metaphors, that is here. Angane with the examples you can explain the poetic devices. Rhyming words are here. Rhyming alternate rhyming varununda. For example, from the second stanza itself, the rhyming starts, I am the fire upon the hearth, I am the heat that warms the earth. Earth, sun, stone, rhyming words are here. So you can write the examples too. Then you can come to the conclusion.
conclusion. So your opinion regarding the poem and how far you achieved in appreciating the poem, etc. So your comments, etc. That functions as the last paragraph of the appreciation. So the introduction should be there. Then the introduction plus the general idea of the poem in the first paragraph. The second paragraph, you should have to write the theme of the poem, particular theme of the poem. Then in the coming paragraphs, you can write the language elements or the poetic devices used by the poet to make it more enjoyable. And the last paragraph, that comes the conclusion of the poem. And one more question you can expect from this unit, that is comparison. For example, any woman, that is already learned by you, and you are asked to compare this poem with a given poem. Compare, that is comparison. Then you have to compare the theme of the poem, the language elements used here, and certain expressions to compare. For example, but, at the same time, whereas ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിച്ച് തന്നിരിക്കുന്ന പോയം, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കവിതയും നിങ്ങൾ പഠിച്ചിരിക്കുന്ന കവിതയും തമ്മിൽ ഒരു താരതമ്യം പഠനം നടത്തിയാണ്. അപ്പോൾ ഇവിടെ താരതമ്യ പഠനത്തിനായിട്ട് ഉപയോഗിക്കേണ്ട എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഇതേപോലെ തന്നെ നമ്മൾ അപ്രീസിയേഷൻ പഠിച്ചില്ലേ ഏതൊക്കെ രീതിയിലാണെന്ന്, അതേപോലെ തന്നെ താരതമ്യ പഠനം നടത്തുക. താരതമ്യ പഠനം നടത്തുമ്പോൾ ഈ തന്നിരിക്കുന്ന കവിതയിൽ ഇന്ന കാര്യങ്ങളാണ്, എന്നാൽ നമ്മൾ പഠിച്ച എനി വുമൺ എന്ന കവിതയിൽ ഇന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ തീം ഇങ്ങനെയാണ്, ലാംഗ്വേജ് എലമെൻറ്റ്സ് ഇന്ന രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താരതമ്യ പഠനം നടത്തി അല്ലെങ്കിൽ അതേ രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. ദറ്റ് ഈസ് വാട്ട് ഈസ് കമ്പാരിസൺ. ലാസ്റ്റ് ഇയറിലും പഠിച്ചതാണ്, ഫസ്റ്റ് ഇയറിലും നിങ്ങൾ പഠിച്ചതാണ്. ദറ്റ് ഈസ് കമ്പാരിസൺ ഓഫ് ദി പോയം. സോ ദറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് യൂണിറ്റ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ ഈ കവിത ഫ്രം ദ ഫസ്റ്റ് സ്റ്റാൻസ ടു ദ ലാസ്റ്റ് സ്റ്റാൻസ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അപ്രീസിയേഷൻ, അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഇതാണ് അപ്രീസിയേഷൻ. അതും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കവിത 2 or 3 തവണ നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് സ്റ്റാൻസ വൈസ് സമ്മറി നിങ്ങൾ തന്നെ പറയുകയും എഴുതുകയും വേണം. അതിനുശേഷം യു ഷുഡ് കം ടു ദ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. സോ ദറ്റ് ഈസ് ഗിവൺ ഹിയർ ഇൻ പേജ് നമ്പർ 14. ആ പേജ് നമ്പർ 14 തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 or 2 സെൻറ്റൻസസിൽ ആൻസർ എഴുതേണ്ടതുണ്ട്. പിന്നീട് അപ്രീസിയേഷൻ, ഈ പറഞ്ഞു തന്ന രീതിയിൽ നല്ല ഇൻട്രൊഡക്ഷൻ, എക്സ്പ്ലനേഷൻ, കൺക്ലൂഷൻ ഒക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ നിങ്ങൾ അപ്രീസിയേഷൻ എഴുതുക. പിന്നീട് കമ്പാരിസൺ, അടുത്ത ക്വസ്റ്റ്യൻ അതാണ് കമ്പാരിസൺ. ഈ പോയം അതുപോലെ തന്നെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ടൊരു ക്വസ്റ്റ്യൻ, അതൊന്ന് എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.